ചേട്ടാ ചേട്ടാ എന്താടാ ചേട്ടാ സുരഭിനെ കാണുന്നില്ല. കാണുന്നില്ലെന്ന്. ഈശ്വര, അവളത്തെ എവിടെ പോവാൻ? നീ ആ ടെറസിലൊക്കെ പോയി ഒന്ന് നോക്ക്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ എല്ലായിടത്തും പോയി നോക്കിയതാ, അവളെ കാണുന്നില്ല. എന്നാ ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്കിയേ. വിളിച്ചിട്ട് കാര്യമില്ല, അവളുടെ ഫോൺ എന്റെ ഇരിക്കുമല്ലേ, റൂമിലുണ്ടായിരുന്നു. ചിലപ്പോ വീട്ടിലെങ്ങാനും പോയി കാണും. വീട്ടില് അങ്ങനൊന്നും എന്റെ അടുത്ത് പറയാതെ പോവാൻ ചാൻസ് ഇല്ല ചേട്ടത്തി. പിന്നീട് അവൾ എവിടെ പോയി? അതെ, ഞാൻ ചുറ്റും നോക്കി, കണ്ടില്ല. അടുക്കളയിലുമില്ല? ഇല്ല, അടുത്തുമില്ല. എവിടെ പോയെന്നൊരു പിടുത്തമല്ലോ കുഞ്ഞെ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. അമ്മ തൽക്കാലം ഇത് അറിയണ്ട. നമ്മൾ കൂടി ഒന്ന് സംസാരിക്കാൻ കണ്ടു കഴിഞ്ഞാൽ സംശയം തോന്നും. അല്ല, ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കിയാ. ഫോൺ എന്റെ എന്റെ ഇരിക്കും അവളുടെ ഫോൺ. ആണോ? ഞാനേ മുകളിലോട്ട് ചെല്ലട്ടെ. പിങ്കി മോൾ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയമ്മേന്ന് വിളിച്ചിപ്പോ ഇറങ്ങി വരും. അമ്മ അറിയല്ലേ? ഇല്ല ഇല്ല. ഓ കൊച്ചമോളിക്കൻ വാ ഇങ്ങോട്ട് ഇല്ലേ. മുത്തു, എന്തോന്നാണ് അവിടെ ഒരു സംസാരം? ഓ, എന്തുവാ എല്ലാരും കൂടെ അവിടെ ഇങ്ങനെ സംസാരം? കാര്യം പറ. സുരഭി ഇവിടെ ഉണ്ട്. സുരഭി ഇവിടെ ഉണ്ട്. അളവ് ഇവിടെ ഉണ്ട്. അതാണ് സംസാരിച്ചോണ്ടിരുന്നത്. ശരി, എന്താ വേണമെന്നാ ഇപ്പൊ? അല്ല, എന്നിട്ട് അവളെന്ത് കഴിഞ്ഞ് വിളിക്കേ? വിളിക്കേ. അമ്പലത്തിൽ പോയിരിക്കും. അമ്പലത്തിൽ പോയി രാവിലെ. നിർമ്മാലയം തൊഴാൻ എന്നെ വിളിച്ചതാ. ചന്തപ്പോ എന്നെ വിളിച്ചതാ. നിർമ്മാലയം തൊഴാൻ എന്നെ വിളിച്ചതാ. വിളിച്ചാണ്. ഞാനെന്നപ്പോ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം അല്ലേ? ആയിക്കോട്ടെ. തിരക്കിട്ട് വരാം. ഞാൻ ഇവിടെ വരണോ? അല്ല, കൂട്ടിക്കൊണ്ടുവരാം. കൂട്ടിക്കൊണ്ടുവരും. നിർമ്മാല്യം തൊഴാൻ വിളിച്ച ആള് 11 മണിക്ക് എഴുന്നേക്കുന്നത്. ചന്തയെ പോവാൻ കൊച്ചുകുളപ്പാക്കാലത്ത് വിളിച്ചത്. അല്ല, ചന്തയല്ലേ, പറഞ്ഞ മാറിപ്പോയതാണ്. നിർമ്മാലം തൊഴാൻ തന്നെ എന്നെ വിളിച്ചത് അല്ലേ? പക്ഷെ എനിക്ക് അടുക്കളയിൽ ജോലി കാരണം പോകാൻ പറ്റിയില്ല. പറ്റില്ല, പിന്നെ ഭയങ്കര ജോലി. ജോലി കിടപ്പില്ല ഇപ്പോഴും? കൊച്ചമ്മ, ഞാൻ ജോലി ചെയ്യട്ടെ കൊച്ചമ്മ. ഞാനും. അയ്യോ, അഭിനയിച്ച് തകർക്കുന്നു എല്ലാരും കൂടെ. കഷ്ടം. ഈശ്വരാ, ഓർത്തിട്ട് കൈയും കാലും ഓടുന്നില്ല. നീ ഇപ്പൊ എന്ത് ചെയ്യും? രക്ഷപ്പെട്ടാ നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അതൊന്നും ഇപ്പൊ വേണ്ട. പ്രതീക്ഷ പോയിരിക്കില്ല, അതൊന്ന് വന്നോട്ട്. അത് ശരി തന്നെ. പിന്നെ നമ്മുടെ സുരഭിയുടെ അച്ചാർ കമ്പനിയിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്തെങ്ങാനും പോയി കാണൂ. അവരാരുടെയും നമ്പർ ഉണ്ട് കയ്യില്? ഉണ്ട്, ചന്ദ്രയുടെ നമ്പർ ഉണ്ട് എന്റെ കയ്യിൽ. എന്നാ വിളിച്ചു നോക്ക്. അല്ല, ആദ്യം ഒരു കാര്യം ചെയ്യാം. ഞാൻ കൊച്ചമ്മയുടെ അടുത്ത് ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇല്ലെങ്കിൽ കൊച്ചമ്മക്ക് സംശയം. എന്റെ ദേവി, ഞാനോട് ചുറ്റുവിളക്ക് നേർന്നേക്കാമേ. അവള് വേഗം തിരിച്ചു വരണേ. ഇവിടുത്തെ എവിടെ പോയി കിടക്കണത്? നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇപ്പോഴെങ്കിലും ഒരു ചായ കൊണ്ട് തന്നല്ല. എന്താണ് ഇവന്റെ പാല് പോലെ നിങ്ങൾ രണ്ടു പുറകെ നടക്കുന്ന ഇവന്റെ? ഒന്നുമില്ലമ്മ, ചുമ്മാ. എന്ത് എല്ലാവരുടെ മുഖത്തൊരു മ്ലാനത? ഒന്നുമില്ലമ്മ. അത് ശരി. അല്ല, ഇന്നെന്തോ ടിഫിന്? ഉപ്പുമുളക്. ഉപ്പുമുളകും? അല്ല, ഉപ്പുമാവ്. ഈ മ്ലാനതയുടെ മ്ലാ കയറി വന്നതാ, ഉപ്പുമാവെന്നായി പോയതാ. അങ്ങനെയൊക്കെ കയറി വരുമല്ലേ? ശരി. അല്ലടാ, നിനക്ക് ഇന്ന് ഓഫീസിലൊന്നും പോണ്ടേ? പോണം, കുറച്ച് താമസിച്ചിറങ്ങാന്ന് വിചാരിച്ചു. പിങ്കി മോൾ എന്തിയെ? അവക്കിന്ന് സ്കൂളില്ല, അതുകൊണ്ട് കുറച്ചേരം കൂടെ പാവം കിടന്നുറങ്ങിക്കോട്ടെ. അയ്യോ പാവം. അല്ല, സുരഭി ഏതമ്പലത്തിൽ പോയെന്ന് പറഞ്ഞേ? ശാസ്താകോല ദേവി. അപ്പൊ മുരുകൻ കോയിലായിരിക്കും. ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ശാസ്താകോവിൽ പോയിട്ട്. അയ്യോ, ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ തന്നെ. അല്ലല്ല. ശരി. ഒരു ബൈക്കിന്റെ ഒച്ച. അപ്പൊ പ്രതീക്ഷ കുഞ്ഞു വന്നു. വിളിച്ചിട്ട് അയ്യോ, പ്രതീക്ഷ വിളിക്കാൻ എന്തോ ഇങ്ങനെ കുടുംബത്തോടെ പോകുന്നത്? അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? എന്തുവാണ് നിനക്ക് ഒരു വെപ്രാളം? എന്തിന്? ഇനി വരട്ടെ. ഇതായി. അത് ഞാൻ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി നോക്കി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.